എടുത്തു എന്താ ഇതല്ല. സാർ എനിക്ക് ഹെൽപ്പ് സാർ. നിന്റെ പാട് നോക്കണം. ഓക്കെ സാർ. 1120. ഡാഡി എല്ലായിടത്ത് കഴിഞ്ഞോ? സാറിനെ കാണാൻ ചാനലിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ. അയ്യോ ചാനലുകാരുടെ ഇന്നത്തെ അത്താഴം ഞാനായിരിക്കുമോ കർത്താവേ. നമസ്കാരം സാർ, ഞാൻ വിളിച്ചിരുന്നു. സുരേഷ്. അതെ സാർ, ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സാറിനെ പുറത്താക്കും എന്നൊക്കെ ഒരു വാർത്ത സജീവമായുണ്ടല്ലോ. സാറിന്റെ പ്രതികരണം എടുക്കാൻ വന്നതാ. ക്യാമറ വേണ്ട, ന്യൂസ് വെക്കണ്ട. സുരേഷ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ രാജിവെക്കാനും പോണില്ല, വേറൊരുത്തും വരാനും പോണില്ല. കൊല്ലം കുറേ ആയിടൂ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. എന്നെ മനസ്സിലായോ? ഇല്ല. ആരാ? ഞാൻ സുരേഷ് ചേട്ടന്റെ കൂടെ വന്നതാ. സാറപ്പോ ന്യൂസ് ഒന്നും കാണാറില്ലേ? ക്യാമറാമാൻ സുരേഷ് മാമ്പാടിനൊപ്പം സന്ധ്യ കുലുക്കഞ്ചേരി. അത് ഞാനാണ് സർ. സന്ധ്യ കുലുക്കഞ്ചേരി. ഇപ്പൊ എല്ലാം ഓർമ്മ വന്നു. കാണാം. ഹലോ രാജമ്മേ, എവിടെ എത്തി? ഞാനിപ്പോ ബീച്ച് റോഡില്ല. ഏതെങ്കിലും വണ്ടി പിന്നിൽ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഒരു ബ്ലാക്ക് ബൊലേറോ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ ബംഗ്ലാദേശ് കോളനിക്കകത്തുള്ള ഗോഡൌണിലേക്ക് കയറ്റിക്കോ. ഞങ്ങളിപ്പോ എത്തും. ആ
അവന്റെ പുറകിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. അവൻ എന്തായാലും അവളെ കാണും. അതുവരെ അവന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം. അവൾ എവിടാണെന്ന് അറിഞ്ഞിട്ടേ പോരാവൂ. ഹലോ, ഓൾ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതാ വരിക, നേരിട്ട് പറയാൻ അവിടെ ഉണ്ടാവണം. ഹലോ ഹലോ, ബേളം വെക്കരുത്, നമുക്ക് സംസാരിക്കാം. ഇരിക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് മര്യാദക്ക് ഞങ്ങൾ ഒരു അവസരം തന്നു. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ല. എന്റെ കച്ചവടവും രാഷ്ട്രീയമൊക്കെ ഇന്ന് ഞങ്ങൾ കൂട്ടും. നഗരപിതാവ് നാണം കെട്ട് പോലീസ് കൊണ്ടുവന്നത് ജനം കാണും. പ്ലീസ്, അവൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം വിട്ടതാ ഞാൻ. ഇനി ഞാൻ ഒന്നിനുമില്ല. നിങ്ങൾ പറയുന്ന ഒക്കെ കേൾക്കാം. എങ്കിൽ കേട്ടോ, ഓക്ക് വേണ്ടത് എബ്രഹാം പോത്തൻ എന്ന തന്തയല്ല. പിന്നെ എബ്രഹാം പോത്തൻ എന്ന കോടീശ്വരന് 2 ആൺമക്കളാ, ഇപ്പൊ ഒരു മോളും. സ്വത്തിന്റെ ഒരു ഭാഗം ഓൾക്ക്. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതൊക്കെ അവക്കും കൂടെ കൊടുക്കാന്ന് പറഞ്ഞ താൻ ഉണ്ടാക്കിയ കൂട്ടത്തിലുള്ള ആളോ ഓളും. കണക്ക് കൂട്ടുമ്പോ ഓളെ ചേർത്ത് കൂട്ടണം, വീതിക്കുമ്പോ ഓളെ ചേർത്ത് വീതിക്കണം. എന്താടാ മോനെ ഇത്രയും ലേറ്റ് ആയത്? ബാങ്കിൽ നല്ല റഷായിരുന്നു. ദാ, ഇതും കൂടെ ഒന്ന് സൈൻ ചെയ്യണം. ഇവരാരാ? ഇവര് റിയൽ എസ്റ്റേറ്റ്. ഏതാ പ്രോപ്പർട്ടി? ക്രിസ്ത്യൻ കോളേജിന്റെ ലെഫ്റ്റിൽ പോകുമ്പോൾ ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വലിയ വീട്. ഓ, രാജബംഗ്ലാവോ? പപ്പയ്ക്ക് മനസ്സിലായോ? പപ്പ പണ്ട് ഇവരിപ്പോഴും അത് വിൽക്കാൻ നടക്കുക. അതെന്താ സാർ? അതൊരിക്കലും വിൽക്കാൻ പറ്റില്ലടോ. അതെന്താ, നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി അറിയോ? ഈ സിറ്റിയിൽ ഞാൻ അറിയാത്ത പ്രോപ്പർട്ടി ഒന്നും ഇല്ലടോ. കണ്ണു വെച്ചതൊക്കെ കൂടെ പോന്നിട്ടുണ്ട്. പക്ഷെ കിട്ടാതെ പോയത് ഈ ഒരേ ഒരു പ്രോപ്പർട്ടിയാണ്. ഞാനൊരു വില പറഞ്ഞു, അയാൾ തരില്ല എന്നും പറഞ്ഞു. മേടിക്കാൻ ഞാൻ പല പണിയും നോക്കി, നടന്നില്ല. എങ്കിൽ പിന്നെ അയാളത് വിൽക്കേണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. വില്ലേജ് ഓഫീസിലൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ. കണ്ട പേരങ്ങ് തിരുത്തി. അങ്ങനെ ആ ആധാരത്തിൽ പറയുന്ന പേരിൽ ഒരു സ്ഥലമില്ലാണ്ടായി. അതോടെ അയാളുടെ കച്ചവടവും തീർന്നു. പോത്തനോട് കളി. ഞങ്ങള് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ വീണ്ടും കാണും. എടാ, സാർ, ഹലോ, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ? അതെ. ആ, അപ്പൊ റിയൽ എസ്റ്റേറ്റ് അല്ല. അല്ല. പപ്പയുമായിട്ട് എന്താ പരിപാടി? അത് ഈ പപ്പയോട് ചോദിക്കും. ഓഹോ, അപ്പൊ നീ പറയില്ല അല്ലേ? എന്ത് തെമ്മാർത്തമാണ് നീയൊക്കെ കാണിക്കുന്നത്? എന്റെ പോലെ തല്ലാൻ മാത്രമാണ് നീയൊക്കെ. സാറിക്ക് വന്നേ, ഇങ്ങ് വരാൻ. അതെ, സാറിന് വേണ്ടി തന്നെ ഓനെ തല്ലിയത്. എനിക്കോ? ആ, നമ്മൾ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് ഓൻ അറിഞ്ഞേ പറ്റൂ. അതറിഞ്ഞ ഓൻ ആദ്യം സാറിന് തല്ലും. കറക്റ്റ്. വിശ്വാസത്തിന്റെ പൂർണ്ണത മനസ്സിലായോ? താങ്ക്സ്. അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. കേട്ടോ? ഡാ, വാ പോട്ടെ. അതെ, എന്നെ കാണാൻ ഇവിടെ പലരും വരും. അതിന്റെ കാര്യകാരണങ്ങൾ നീ അന്വേഷിക്കണ്ട. ഇനി ഇത് ആവർത്തിച്ചാല് ആദ്യത്തെ അടി എൻ്റെ ആയിരിക്കും.